بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും സുഖ സന്തോഷം പ്രദാനം ചെയ്യട്ടെ, ആമീൻ. ഇന്നെടുക്കുന്ന വീഡിയോ 134. അതിൽ ഖസസ് സൂറത്തിൽ നിന്നുള്ള 20-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 20-ാമത്തെ ആയത്താണ് ഞാൻ ഓതുന്നത്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ ഖാല യാ മൂസാ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക വയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഈൻ. റജുലുൻ മിൻ അഖ്സൽ മദീന, പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ വന്നിട്ട് മൂസയോട് പറയാണ്, മൂസ, നിന്നെ കൊന്നുകളയാൻ ഫിറഔന്റെ പ്രധാനികൾ അവിടെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ ഇവിടുന്ന് സ്ഥലം വിട്ടു, ഉടനെ സ്ഥലം വിടണം, അല്ലെങ്കിൽ കാര്യം കുഴപ്പമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തു നിന്ന് ഒരാൾ വന്ന് പറയുന്നതാണ്. ഞാൻ നിന്റെ ഗുണകാംക്ഷിയാണ് എന്നാ പറയുന്നത്. ഈ ആള് ഈമാൻ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്ന, ഫിറഔന്റെ നാട്ടിൽ ജീവിക്കുന്ന ഒരു മോമിനായ ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം മൂസക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിന്നെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്, അവർ അതിനുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുക, എപ്പോഴും നീ പിടിക്കപ്പെടാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഉടനെ രക്ഷപ്പെട്ടോ എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒറ്റവാക്ക് അർത്ഥങ്ങൾ, റജുലുൻ, ഒരു പുരുഷൻ വന്നു, മിൻ അഖ്സൽ മദീനത്തി, പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു പുരുഷൻ വന്നു. യസ്ആ, അദ്ദേഹം ഓടി വന്നിട്ടാണ് പറയുന്നത്. ഓടി വന്നുകൊണ്ട് കാല, അദ്ദേഹം പറയാണ്, യാ മൂസ, അല്ലയോ മൂസ, ഇന്നൽ മലഅ, ഫിറഔന്റെ പ്രധാനികൾ, തീർച്ചയായും ഫിറഔന്റെ പ്രധാനികൾ, മലക് എന്ന് പറഞ്ഞാൽ പ്രധാനികൾ എന്നാണ്, അഷ്റാഫ് മാന്യന്മാർ, വലിയ ആളുകൾ, വലിയ പിന്നെ പ്രധാനപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുത്തമിറൂന, അവർ ഗൂഢാലോചന നടത്തുന്നു, ബിക്കാൻ നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൂഢാലോചന നടത്തുകയാണ്. ഈ യഖ്തുലൂക, നിന്നെ വധിക്കാൻ വേണ്ടി. അപ്പോൾ ഫഖ്റുജ്, നീ ഉടനെ പുറപ്പെട്ടു പോകണം ഇവിടെ നിന്ന്. ഇന്നി, തീർച്ചയായും ഞാൻ, ലക്ക, നിനക്ക്, മിനൻ നാസിഈൻ, ഗുണകാംക്ഷികളിൽപ്പെട്ട ആളാണ്. ഞാൻ നിന്നോട് പറയുന്നത് നിന്റെ ഗുണം ആലോചിച്ചിട്ടാണ്. അതുകൊണ്ട് ഉടനെ പുറപ്പെട്ടു പോയിക്കോ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ് മൂസാക്ക് ഈ മനുഷ്യൻ. മൂസ ഒരാളെ കൊന്നത് പരസ്യമായിട്ടുണ്ട്. ആ പരസ്യമായ നിലയ്ക്ക് ആ മൂസയെ പിടിച്ചു കൊല്ലണം, അതാണ് ഇവിടെ ലക്ഷ്യം. മൂസ ഇപ്പോഴും പ്രവാചകനായിട്ടില്ല. പ്രവാചകനാവുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പോൾ ഫഖറജ മിൻഹ, അപ്പോൾ അത് മൂസ അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. അതാണ് സന്ദർഭം. പേടിച്ചുകൊണ്ട്, ഖായിഫൻ യത്തറഖബ്, വളരെ കരുതലോടെയും ഭയത്തോടു കൂടെയുമാണ് മൂസ പുറപ്പെട്ടു പോകുന്നത്. പോകുമ്പോൾ കാല, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, റബ്ബി നജ്ജിനി, എൻ്റെ രക്ഷിതാവേ, നജ്ജിനി, എന്നെ രക്ഷപ്പെടുത്തണമേ, മിനൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമികളായ ജനങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ. അക്രമികളായ ജനത എന്ന് പറഞ്ഞത് ഫിറഔനും ഫിറഔവിൻ്റെ പ്രധാനികളുമാണ് ഉദ്ദേശം. അല്ലാതെ ഈജിപ്തിലുള്ള എല്ലാ ആളുകളും ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളല്ല. ഈ ഈജിപ്തിലുള്ള ഫിറഔനും ഫിറഔവിൻ്റെ പ്രധാനികളും ആണ് ഇവിടെ ഇദ്ദേഹത്തിന് ശത്രുക്കളായിട്ടുള്ളത്. അവരാണ് ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി വധിക്കാൻ വേണ്ടി ചിന്തിക്കുന്നത്. അവരൊന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അദ്ദേഹം പുറപ്പെട്ട് ഈ മെസ്സേജ് അനുസരിച്ച്, ഈ ആൾ വന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അവിടെ പിന്നെ ചുറ്റിപ്പറ്റി ഈജിപ്തിൽ നിൽക്കുന്നില്ല, അവിടെ നിന്ന് പോവാണ്. അത് വളരെ ഭയത്തോടു കൂടെ പോകുന്നത്. അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് ചുറ്റുഭാഗം. അദ്ദേഹം എന്നെ പിടിക്കാൻ ഏത് സമയത്തും പിടിക്കപ്പെടാമെന്നല്ലേ
അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് വളരെ കരുതലോടുകൂടെയാണ് അദ്ദേഹം പോകുന്നത്. ഫഹറജ, അദ്ദേഹം പുറപ്പെട്ടു. മിന്ന, അവിടെ നിന്ന് ഖായിഫൻ, ഭയത്തോടു കൂടെ, തറക്കബു, അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അദ്ദേഹം കരുതലോടുകൂടെയാണ് പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, റബ്ബി, പടച്ചവനെ, എൻ്റെ റബ്ബേ, നജ്ജിനി, എന്നെ നീ രക്ഷപ്പെടുത്തണമേ, മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളിൽ നിന്ന്. അങ്ങനെ പുറപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹം മദിയന്റെ ഭാഗത്തേക്കാണ് തിരിയുന്നത്. വലമ്മ തവജ്ജഹ തിൽഖാ മദിയന ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ സബീൽ, അദ്ദേഹത്തിന് വഴിയറിയില്ല. അങ്ങനെ അദ്ദേഹം പോകുന്നത് മദിയന്റെ ഭാഗത്തേക്കാണ്. പക്ഷെ മദിയൻ എന്നല്ലാതെ അദ്ദേഹത്തിന് എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക എന്നുള്ള അറിയില്ല. അദ്ദേഹം പറയുന്നത്, പടച്ചവൻ എന്നെ ശരിയായ ദിശയിലേക്ക് നയിച്ചേക്കാം, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് കാര്യങ്ങളൊക്കെ എന്നാണ് മദിയൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. മദിയൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹം യാത്ര തുടർന്നു. ആ യാത്രയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു എനിക്ക് ശരിയായ മാർഗം കാണിച്ചു തന്നേക്കാം എന്ന് ആണ് അവിടെ വെച്ച് പറയുന്നത്. വലമ്മ തവജ്ജഹ, ഇനി ഒറ്റ വാക്കർത്ഥം, വലമ്മ തവജ്ജഹ, ഇത് 22-ാമത്തെ ആയത്താണത്. വലമ്മ തവജ്ജഹ, അദ്ദേഹം മുന്നിട്ടപ്പോൾ തിൽഖാ മദിയന, മദിയന്റെ ഭാഗത്തേക്ക് മുന്നിട്ടു. പാല, അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹം പറഞ്ഞു, അസാ റബ്ബി, എൻ്റെ റബ്ബ് അയക്കാം, യഹ്ദിയനി, എന്നെ അവൻ ഹിദായത്തിലാക്കിയേക്കാം, എന്ന് പറഞ്ഞാൽ മാർഗം കാണിച്ചു തന്നേക്കാം, എനിക്ക് സവാ സബീൽ, ശരിയായ മാർഗം എനിക്ക് കാണിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞു. പിന്നെ 23-ാമത്തെ ആയത്ത്. അങ്ങനെ അദ്ദേഹം 8 ദിവസം യാത്ര തുടർന്നു. ആ മദിയന്റെ ഭാഗത്തെത്തി. 8 ദിവസത്തെ യാത്ര വളരെ ദുസ്സഹമായിരുന്നു. ഭക്ഷണമില്ല, സ്ഥലം അറിയില്ല. സ്ഥലത്തേക്ക് എങ്ങനെയാണ് മദിയനിൽ എത്തിച്ചേരുക എന്നറിയില്ല. മദിയൻ എന്ന് മാത്രമേ അറിയുള്ളൂ. ആ സ്ഥലം എവിടെയാണ്, എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക, അതിന് എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ ഭക്ഷണമാണെങ്കില്ല. ഭക്ഷണത്തിന് പകരം അദ്ദേഹം ഇലകൾ തിന്നിട്ടാണ് ഇത്രയും ദിവസം, 7 ദിവസം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ അകത്ത് നിന്ന് പച്ച നിറങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അത്രയും പച്ചിലകൾ തിന്നിട്ട്, ആടുമാടുകളെ പോലെ പച്ചിലകൾ തിന്നുകൊണ്ട് ജീവിച്ചത് 8 ദിവസം ജീവിച്ചിട്ടാണ് അദ്ദേഹം ഭക്ഷണത്തിന് പകരമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് പച്ചിലകളാണ് എന്നർത്ഥം. ഭക്ഷണം കിട്ടാൻ യാതൊരു വഴിയില്ല. ഭക്ഷണം കിട്ടിയിട്ടില്ല. ഈ യാത്രയിലുടനീളം ഭക്ഷണം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഇതാണ്. കാരണം എപ്പോഴും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരാളോടും ഭക്ഷണം ചോദിക്കാനോ പറയാനോ ഒന്നും ഇല്ല. ഈജിപ്തിൻ്റെ മണ്ണിൽ നിന്ന് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ രഹസ്യം പുറത്താവില്ലേ? ആ പുറത്തായി കഴിഞ്ഞ് അവർ ഫിറഔനെ അവൻ്റെ ആളുകളെ അറിയിച്ചോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. അതിൻ്റെ പേരിൽ ഒരാളോടും ചോദിക്കാനും നിവൃത്തിയില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. കാരണം അത്രയും ഭീകരമായ ഒരു രംഗമാണത്. എങ്ങനെയെങ്കിലും രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നാ വരുന്നത് എന്താണെന്നൊക്കെ ആളുകൾ അന്വേഷിക്കില്ലേ? അപ്പോൾ പിന്നെ ഭക്ഷണമില്ല, വേറെ ഒന്നുമില്ല, അപ്പം എന്ത് യാത്രയാണ് എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട് അവരെ മൂസയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രംഗം വന്നാലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം ഭക്ഷണന്മാരോടും അന്വേഷിക്കാതെ എങ്ങനെ വെറും ഇലകൾ തിന്നുകൊണ്ടാണ് അദ്ദേഹം കഴിച്ചു കൂട്ടിയത് 8 ദിവസം. ആ 8 ദിവസം ആയപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നവിടെ മദിയനിൻ്റെ ബോർഡറിൽ എത്തിച്ചേർന്നത് ഒരു കിണറിൻ്റെ അടുത്താണ്. വലമ്മാ വറദമാ മദിയന വജദ അലൈഹി ഉമ്മത്തൻ മിനന്നാസി യസ്കൂൻ വവജദ മിൻ ദൂനിഹിം ഇംറഅത്തൈനി തദൂദാനി ഖാല മാ ഖത്ബുകുമാ ഖാലതാ ലാ നസ്ഖീ ഹത്താ യുസ്റ الرعاء വഅബൂനാ ശൈഖുൻ കബീർ. ഇങ്ങനെയാണ് ഉണ്ടായത്. ഏത് 23-ാമത്തെ ആയത്താണ് ഞാനിപ്പോൾ ഓതി വെച്ചത്. ഈ 23-ാമത്തെ ആയത്തിൽ ഇതിൻ്റെ തുടക്കം വലമ്മ വറുത മദിയന, മൂസ അലൈഹിസ്സലാം മദിയനിൻ്റെ വെള്ളത്തിൻ്റെ അവിടെ എത്തിച്ചേർന്നു. മദിയനിൻ്റെ ആ ബോർഡറിൽ എല്ലാവരും വെള്ളം എടുത്ത്
അവരുടെ കാലികൾക്ക് അവരുടെ ആടുകൾക്ക് കുടിപ്പിക്കുന്ന, ആടുകൾ മേഞ്ഞ് കഴിഞ്ഞ് തിന്നു എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവാനാവുമ്പോൾ അവർക്ക് വെള്ളം കൊടുത്തിട്ടാണ് അവരെല്ലാവരും വീട്ടിൽ കൊണ്ടുപോവുക, ആട്ടിടയന്മാർ. അങ്ങനെ ആ സമയം ഈ വെള്ളം എടുക്കുന്ന ആ കിണറിൻ്റെ അടുക്കെ അദ്ദേഹം എത്തിച്ചേർന്നു. വലമ്മ വരദ മാ മദിയന, മദിയനിൻ്റെ വെള്ളത്തിന് സമീപം അവൻ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന കിണറിന് സമീപം എത്തിച്ചേർന്നു. അപ്പോൾ വജദ അലൈഹി ഉമ്മത്തൻ മിനന്നാസി, അവിടെ അദ്ദേഹം കണ്ടത് ഉമ്മത്തൻ മിനന്നാസി, ജനങ്ങളിൽ നിന്നുള്ളൊരു വലിയ സംഘത്തെയാണ് കണ്ടത്. യസ്കൂന, അവർ വെള്ളം അവരുടെ ആടുകൾക്ക് കുടിപ്പിക്കുന്നതായിട്ടാണ് കണ്ടു. അവിടെ ഈ കിണറിന് സമീപം ജനങ്ങൾ കൂടിയിട്ടുണ്ട്, വലിയൊരു സംഘം ആളുകളുണ്ട്. അവർ ചെയ്യുന്നത് എന്താ, ഓരോരുത്തരായിട്ട് വെള്ളം എടുത്തുകൊണ്ട് ആടിന് കുടിപ്പിക്കുക, ആടുകൾക്ക് നൽകുക. അങ്ങനെയുള്ള ഒരു രംഗത്താണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അപ്പോൾ ക്ഷീണിച്ചിട്ട് അദ്ദേഹം ഒരിടത്ത് ഇരുന്നു. അവിടെ എത്തിയിട്ട് ഇത് മദിയനാണെന്നറിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് വല്ലാതെ വിശപ്പാണെങ്കിൽ വല്ലാതെ ഉണ്ട്, പിന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം അവിടെ. അങ്ങനെ വിശ്രമാർത്ഥം അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വജദ മിന്ദൂനിഹിം, അവരുടെ അടുത്തായിട്ട്, ഈ ആളുകൾ കണ്ടമാനം ഇവിടെ കൂടിയുണ്ടല്ലോ, അവരുടെ അപ്പുറത്തായിട്ട് എന്താത്തേന് 2 സ്ത്രീകളെ കണ്ടു അദ്ദേഹം. തദൂദാനി, അവർ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരിക്കുക ആടുകളെ. അങ്ങനെ 2 സ്ത്രീകൾ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പം അദ്ദേഹം കാലമാഹത്ത് ബുക്കുമ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കണമില്ല, നിങ്ങളാണെങ്കിൽ ഇവിടെ വെള്ളം കൊടുക്കാതെ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്, എന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചു. കാലമാഹത്തുമ, നിങ്ങളുടെ കാര്യം എന്താണ്? നിങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നില്ല, ഇല്ലല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചു ആ 2 സ്ത്രീകളോട്. അപ്പോൾ കാലത്ത് അവർ 2 പേരും പറഞ്ഞു, ലാ നസ്തി, സാധാരണഗതിയിൽ ഞങ്ങൾ വെള്ളം കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ഊഴം വരൽ താമസിച്ചിട്ടാണ്. എല്ലാവരും വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഊഴം വരാറ്, വെള്ളം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ ഊഴം കാത്തു നിൽക്കുകയാണ്. ഈ ആട്ടിടയന്മാരെ എല്ലാവരും വെള്ളം ആടുകൾക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിലാണ് ഞങ്ങൾക്ക് അതിനുള്ള സന്ദർഭം ലഭ്യമാവുക. അതുകൊണ്ട് അതുവരെ ഞങ്ങൾ കാത്തു നിൽക്കുക. വാബൂന, എന്നാൽ ഞങ്ങളുടെ പിതാവാണെങ്കിൽ ഷെയ്ഖും കബീർ, വളരെയധികം വയസ്സായ ഒരു മാന്യദേഹമാണ് അദ്ദേഹം. അതുകൊണ്ട് ഞങ്ങളുടെ പിതാവിന് വന്നിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങളാണ് ഈ ആടിന് വെള്ളം കൊടുക്കലൊക്കെ എന്ന് സ്ത്രീകൾ പറയുകയും ചെയ്തു. അപ്പോൾ ഇനി ഒറ്റ വാക്ക് അർത്ഥങ്ങൾ പറയാം. വലമ്മ വരദ മാ മദിയന, അദ്ദേഹം മൂസ മദിയനിൻ്റെ വെള്ളത്തിന് സമീപം എത്തിയപ്പോൾ, വെള്ളത്തിൻ്റെ എന്നവിടെ കിണർ എന്ന് പറഞ്ഞിട്ടില്ല, കിണർ ആണ് ഉദ്ദേശിക്കുന്നത്. കിണറിൻ്റെ വെള്ളം, എല്ലാവരും വെള്ളം എടുക്കുന്ന ആ കിണറിന് സമീപം എത്തിയപ്പോൾ വജദ അലൈഹി, അവിടെ അദ്ദേഹം കണ്ടു ഉമ്മത്തൻ മിനന്നാസി, ജനങ്ങളിൽ നിന്ന് ഒരു വലിയ സംഘത്തെ, ജമ്മൻ ഗസീഫൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്നൊരു വലിയൊരു സംഘത്തെയാണ് അവിടെ കണ്ടത്. അവർ യസ്കൂന, അവർ വെള്ളം എടുത്ത് ആടുകൾക്ക് കുടിപ്പിക്കുന്നു. അപ്പോൾ വജദ മിന്ദൂനിഹിം, അവരുടെ അടുത്തായിട്ട് അദ്ദേഹം കണ്ടു ഇമ്രാത്തേന് 2 സ്ത്രീകളെ. 2 സ്ത്രീകൾ നിൽപ്പുണ്ടായിരുന്നു അവിടെ. തദൂദാനി, അവരാണെങ്കിൽ ആടിന് വെള്ളം കൊടുക്കുന്നുമില്ല, അവർ തടഞ്ഞു നിർത്തിയിരിക്കുക ആടുകൾ. അപ്പം അതെന്താണ് എന്നുള്ളത് അദ്ദേഹം അങ്ങനത്തെ 2 സ്ത്രീകളെയാണ് കണ്ടത്. അദ്ദേഹം ചോദിച്ചു ഇവരോട്, ഈ സ്ത്രീകളോട്, മാ ഹത്ത് പൊക്കുമ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ആടിന് വെള്ളം കൊടുക്കുന്നില്ലല്ലോ, എന്താണ്? അപ്പോൾ അവർ 2 പേരും പറഞ്ഞു, ലാ നസ്കി, ഞങ്ങൾക്ക് വെള്ളം ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾ താമസിച്ചിട്ടാണ് ഞങ്ങളുടെ ഊഴം വരുള്ളൂ, അപ്പോഴേ ഞങ്ങൾക്ക് അതിന് സാധിക്കുകയുള്ളൂ
ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് സാധിക്കില്ല. ഹത്താ യുസ്തിറു എല്ലാ ആട്ടിടയന്മാരും വെള്ളം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അതിൽ നിന്നുള്ള ഊഴം വരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വെള്ളം കൊടുക്കാതെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. വാബൂന ഞങ്ങളുടെ പിതാവാണെങ്കിൽ ഷെയ്ഖും കബീർ വലിയൊരു വയസ്സനാണ്. അതുകൊണ്ട് പിതാവിന് വന്നിട്ട് ഈ കാര്യം ഏറ്റെടുത്ത് നടത്താനും കഴിയില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ തന്നെയാണ് ഈ ആടുകൾക്ക് വെള്ളം കൊടുക്കൽ എന്നുള്ള കാര്യം അവർ പറഞ്ഞു. ഇത് 23-ാമത്തെ ആയത്താണ്. 23-ാമത്തെ ആയത്ത് വരെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 24 മുതൽക്ക് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നുള്ള കാര്യം സാധാരണ പോലെ ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.